കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുന്നുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മന്നാർ കടലിടുക്കിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കൂടി വ്യാപകമായ മഴ തുടരാനാണ് സാധ്യത. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, അപ്പോൾ മഴ വരുന്നു, മഴ ഒരാശ്വാസമാണ്. അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ പ്രതീക്ഷിക്കേണ്ട കാലാവസ്ഥ എങ്ങനെയാണ് ഗോപാൽ? ഷിഹാസ്, കീർത്തന, കത്തിനിന്ന വേനൽ ചൂടിന് ഒരു ശമനം, ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് ഈ മഴയുടെ വരവ്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെ 5 ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും മുന്നറിയിപ്പ് തുടരുമെന്നാണ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത്. മന്നാർ കടലിടുക്കിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ ദിവസങ്ങളിൽ മഴ കനക്കും എന്നറിയിച്ചിരിക്കുന്നത്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ആ ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഈ ദിവസങ്ങളിൽ ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് അറിയിപ്പിൽ പറയുന്നത്. കൂടാതെ തന്നെ കാറ്റിന് സാധ്യത പ്രവചിക്കുന്നതിനാൽ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാറ്റ് ശക്തമായി തന്നെ സ്വാധീനം ചെലുത്താനുള്ള അപകടത്തിനുള്ള സാധ്യതയുള്ളവർ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം. കൂടാതെ തന്നെ മലയോര മേഖലകൾ, തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലേക്കുള്ള അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണക്കിലെടുത്തുകൊണ്ട് പെരുമാറണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിപ്പിൽ പറയുന്നു.